ഒരുപക്ഷെ വടകര ഒരിക്കലും കാണാത്ത തരത്തിലുള്ള സാംസ്കാരിക സഹൃദയത്വം ഉണ്ടായി എന്നുള്ളതാണ് 2 ദിവസത്തെ പരിപാടി കൊണ്ട് വടകരക്കാർക്കും വടകരയെ സ്നേഹിക്കുന്ന ഒരുപാട് എഴുത്തുകാർ, ചിന്തകർ, ചരിത്രാന്വേഷകർ, സിനിമ, മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദഗ്ധർ നമ്മളോട് സംവദിച്ചു. ഈ പരിപാടിയുടെ വിജയത്തിനായി ഒരുപാട് സഹൃദയർ സംഘാടക സമിതിയോട് നന്നായി സഹകരിച്ചിട്ടുണ്ട്. സദസ്സ് നിറഞ്ഞു വന്നിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഗൗരവമേറിയ ചർച്ചകളുണ്ടായിട്ടുണ്ട്, പോരായ്മകളുണ്ടായിട്ടുണ്ടാവാം. ചെറിയ സമയത്തിനുള്ളിൽ ഒരു വലിയ വിഷയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ പരിമിതികൾ സ്നേഹമുള്ള സഹൃദയർ ഉൾക്കൊണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. സ്നേഹത്തോടെ ഈ പരിപാടി ഏറ്റുവാങ്ങിയ വടകരയുടെ അഭിമാനമായിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ സ്മരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ മണൽത്തരിയിലും സാഹിത്യമുണ്ട്, സംസ്കാരമുണ്ട്, ജനാധിപത്യമുണ്ട്, കലയുണ്ട്, പ്രകൃതിയുണ്ട്. അതിലൂടെ കടന്നുപോയ ഈ സെഷനുകൾ നമുക്ക് വടകരക്കാർക്ക് സമ്മാനിച്ചത് ഒരുപക്ഷെ മറ്റ് പ്രസാധകരായിട്ടുള്ള നമ്മൾ KLF പോലെയുള്ള, മാതൃഭൂമിയുടെ പോലെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ നിലവാരത്തിലേക്ക് ഈ കടത്തനാടിൻ്റെ 2ാം എഡിഷനായിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയി എന്നുള്ളത് സംഘാടക സമിതിക്കും ഇതിൽ സദസ്യരായിട്ടിരുന്ന ഓരോ സഹൃദയർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ സമാപന സമ്മേളന വേദിയെ സമ്പന്നമാക്കാനായി ഈ ഫെസ്റ്റിവൽ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാഷുണ്ട്, സംഘാടക സമിതി ചെയർമാൻ മൂസ സാഹിബുണ്ട്, വടകരക്കാരിയുടെ പ്രിയങ്കരിയായിട്ടുള്ള MLA KK രമേശിയുണ്ട്, വടകരയുടെ ചരിത്രവും അഭിമാനവുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള MC വടകരയുണ്ട്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നതിലുപരി ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ പുതിയ മാതൃകകളും എന്നും വടകരക്കാരുടെ സഹൃദയത്വത്തിൻ്റെ പ്രതീകവുമായിട്ടുള്ള മനയത്ത് ചന്ദ്രേട്ടനുണ്ട്. ഈ സംഘാടക സമിതിയുടെ കൺവീനറായിട്ടുള്ള സതീഷ് ബാബു ഇടക്കൂടെയുണ്ട്. പ്രിയപ്പെട്ട എല്ലാ ബഹുമാന്യരെയും പ്രിയപ്പെട്ടവരെയും ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സമാപന സമ്മേളനത്തിന് ശേഷം വിനു കിടച്ചുലൻ ഓർമ്മിക അവതരിപ്പിക്കുന്ന കമ്പളത്തൊടിയും പയക്കം പാട്ടും എന്ന നമ്മുടെ നാട്ടുവഴക്കത്തിലേക്ക് പോകുന്ന പാട്ടുമുണ്ട്. എല്ലാ കലാസ്നേഹികളും സാഹിത്യസ്നേഹികളും ഈ സദസ്സിലേക്ക് ഒന്ന് കടന്നിരുന്ന് ഈ സമൃദ്ധമായ സമാപന സമ്മേളനമാക്കി മാറ്റുവാൻ ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ സമാപന സമ്മേളനത്തിന് സ്വാഗത ഭാഷണം അർപ്പിക്കാനായി സ്വാഗത സംഘം കൺവീനർ കൂടിയായിട്ടുള്ള സതീശിന്റെ ഇടക്കുടിയെ സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ 13-ാം തീയതി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 2ാം അധ്യായത്തിൻ്റെ തിരശീല ഈ സായം സന്ധിയിൽ വീഴുകയാണ്. കലോത്സവത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള സംവാദങ്ങൾ കൊണ്ടും ചർച്ചകൾ കൊണ്ടും കാവ്യാവിഷ്കാരം കൊണ്ടും സമ്പന്നമായ 3 ദിനങ്ങൾക്കു ശേഷം ഈ സമാപന സമ്മേളനം നടക്കുമ്പോൾ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ MLA KK രമയാണ്. അവരെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല, വളരെ ചുരുക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി എല്ലാ സഹകരണവും നൽകിയ ഇതിൻ്റെ സഹപ്രവർത്തകർ,
ഇതിന് ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഐ മൂസയെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സാഹിത്യോത്സവത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംവാദങ്ങൾക്ക് വലിയ മുഖം നൽകിയ, മാനം നൽകിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നിരൂപകൻ, കവി, നോവലിസ്റ്റ്, പ്രഭാഷകൻ എന്നീ നിലകളിൽ തൻ്റെ മികവ് തെളിയിച്ച പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മനയത്ത് ചന്ദ്രൻ, MC വടകര, ഇവരെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി ഡിസംബർ 13 വൈകുന്നേരം മുതൽ ഓരോ പരിപാടികളിലും നിറസാന്നിധ്യമായി സാഹിത്യത്തോടുള്ള താല്പര്യം കൊണ്ട് പ്രകാശിക്കുന്ന കണ്ണുകളുമായി, നക്ഷത്ര കണ്ണുകളുമായി, വെളിച്ചമായി ഞങ്ങളോടൊപ്പം കൂടെ നിന്ന പ്രിയപ്പെട്ട കടത്തനാടിൻ്റെ വായനക്കാരെ, കാവ്യാസ്വാദകരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സായം സന്ധ്യയിൽ അടുത്ത വർഷം തുടങ്ങുന്ന പരിപാടിക്ക് മുമ്പേ തന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ നിയന്ത്രണം ഞാൻ ഏൽപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഐ മൂസയാണ്. അദ്ദേഹം അധ്യക്ഷനാണ്. ഈ സാഹിത്യ പരിപാടി എന്ന് പറയുന്ന ഒരു പോയിന്റ് അദ്ദേഹത്തിന് മനസ്സിൽ വെച്ചപ്പോൾ ആ ഉദ്യമം വിജയിപ്പിക്കാൻ വേണ്ടി 1 മാസക്കാലമായി ഇതിൻ്റെ താക്കോൽ സ്ഥാനം പിടിച്ചുകൊണ്ട്, പരാജയപ്പെടില്ല എന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട അധ്യക്ഷൻ ഐ മൂസയെ ഈ വേദിയിലേക്ക് ഈ പരിപാടികൾ നിയന്ത്രിക്കുന്നതിനുമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. സതീശ് ബാബുவோട് കൂടി പ്രിയപ്പെട്ട നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ ഐ മൂസ സാഹിബ്. നമ്മുടെ പരിപാടി ഔപചാരികമായി ആരംഭിക്കുന്നതിന് മുമ്പേ 2023 ഇവിടെ നടന്ന 1ാം ഫെസ്റ്റിവലിൽ ഇതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ച, ഞങ്ങളുടെ കൂടെ താങ്ങും തണലുമായി പ്രവർത്തിച്ച രാജേന്ദ്രൻ എടത്തുംകരയ്ക്ക് ഈ പ്രാവശ്യം ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവ് കുനിയിൽ മീനാക്ഷി അമ്മക്ക് രോഗം ബാധിച്ചത് കൊണ്ടായിരുന്നു. ഇന്നലെ മീനാക്ഷി അമ്മ മരണപ്പെട്ടു. 1 മിനിറ്റ് മീനാക്ഷി അമ്മയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൗനമാചരിക്കാം. പ്രിയമുള്ളവരെ, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ വടകരയുടെ MLA KK രമ, ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകനും സുഹൃത്തുമൊക്കെയായ ശ്രീ മനയത്തി ചന്ദ്രൻ, നിരവധി പുസ്തകങ്ങളിലൂടെ, ശ്രദ്ധേയമായ പുസ്തകങ്ങളിലൂടെ നമുക്ക് പരിചിതനായ MC വടകര, ഇവിടെ സ്വാഗതം ആശംസിച്ച സതീശൻ, നന്ദി രേഖപ്പെടുത്തുന്ന ലത്തീഫ്, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വേദിയിൽ
അധ്യക്ഷ സ്ഥാനത്തിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. 2023 കടത്തനാടിൽ ഒരു സാഹിത്യോത്സവം നടത്തണം എന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ പരിചിതമല്ലാത്ത വഴികളിലൂടെ നടക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ സ്വാഭാവികമായും മനസ്സിൽ വലിയ ആശങ്കകളായി. ഇതെവിടെ ചെന്ന് അവസാനിക്കും, ഇതെവിടെ എത്തിക്കാൻ കഴിയും എന്ന ആശങ്ക മനസ്സിൽ അലട്ടിക്കൊണ്ടാണ് ആ വലിയ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയി അത് വിജയപഥത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് കൽപ്പറ്റയെപ്പോലെ രാജേന്ദ്രൻ അടത്തൻകുരയെ പോലുള്ള തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരുടെ ഇടവും വലവും നിന്നുള്ള ഞങ്ങൾക്ക് സഹായകരമായ നിലപാടുകളാണ് എന്ന് ഞാൻ അഭിമാന പുരസ്സരം ഓർക്കാൻ ആഗ്രഹിക്കുക. 2023 കടത്തനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതിവിപുലമായ രീതിയിൽ ഒരു സാഹിത്യോത്സവം നടന്നപ്പോൾ ഞങ്ങൾ സംഘാടകരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തു എന്നല്ല, ഞങ്ങൾ പ്രതീക്ഷകളെ അതിൻ്റെ അപ്പുറം വടകരയിലെ ജനങ്ങൾ ആ ഫെസ്റ്റിവലിനെ സ്വീകരിച്ചു എന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർത്തെടുക്കുക. വടകരയിലെ ജനങ്ങൾ നൽകിയ ആ സ്വീകാര്യതയുണ്ടല്ലോ, ആ അംഗീകാരമുണ്ടല്ലോ, ആ അംഗീകാരമാണ് രണ്ടാം പതിപ്പ് അതിവിപുലമായ രീതിയിൽ വൈവിധ്യങ്ങളായ വിഷയങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിനും ഇന്ത്യയിലും അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത്. അതും വടകരയിലെ ജനങ്ങൾ ഒന്നാം പതിപ്പിനേക്കാൾ ആവേശത്താൽ ജനപങ്കാളിത്തം കൊണ്ട് നിബിഡമായ ഒരു വലിയ സാഹിത്യോത്സവമാക്കി മാറ്റാൻ ഞങ്ങൾ സാധിച്ചു. അത് സാധിച്ചത് ഞങ്ങൾ ആരുടെയെങ്കിലും പ്രത്യേക കഴിവുകൾ കൊണ്ടല്ല, മറിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന ഇന്നലെയും ഇന്നുമായി ഇവിടെ വന്നു പോയിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അക്ഷരസ്നേഹികളായ വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ പിന്തുണയാണ്, സഹായമാണ്. ആ സഹായത്തിന് മുമ്പിൽ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള മുന്നിൽ ഞാൻ തലകുനിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് രണ്ടാം പതിപ്പ് കൊണ്ടും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. മൂന്നാം പതിപ്പ് അതിവിപുലമായ രീതിയിൽ ഇന്ന് കാണുന്നത് പോലെയല്ല, അതിനപ്പുറം ഞങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്തക്കനുസരിച്ച് രൂപപ്പെടുത്താൻ ഞങ്ങൾ മുമ്പോട്ട് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുസ്തകോത്സവം മൂന്നാമത്തെ സാഹിത്യോത്സവത്തിൻ്റെ മുഖ്യ ആകർഷണമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ അന്താരാഷ്ട്ര രംഗത്തുള്ള അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ സാന്നിധ്യം അത് 100% ഉറപ്പാക്കാനും ഞങ്ങൾ അടുത്ത തവണ ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ പുതിയ തലമുറ ലഹരിയുടെ ഒരു വലിയ വലയത്തിൽപ്പെട്ട് എല്ലാം തകർന്നു പോകുന്ന ഒരു ദുരന്തപൂർണമായ ഒരു അവസ്ഥയിലേക്ക് മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരം സാഹിത്യോത്സവങ്ങളിൽ അത്തരം ദുരന്തങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളും അത്തരം കാര്യങ്ങളും വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് അടുത്ത സാഹിത്യോത്സവത്തിൽ ഞങ്ങൾ അതിനുള്ള അവസരം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു വിശാലമായ വേദി അത്തരം അന്താരാഷ്ട്ര പുസ്തകോത്സവമൊക്കെ നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു വേദി, ആ വേദിയും വടകരയിൽ കണ്ടെത്തി വടകര ഇതുവരെ കാണാത്ത രീതിയിലുള്ള
കോഴിക്കോട് ജില്ലയിൽ ഒരു പക്ഷേ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ നടത്തിയ വലിയ ഫെസ്റ്റിവലിന് സമാനമായ രീതിയിലുള്ള ഫെസ്റ്റിവൽ നടത്താൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിജയമല്ല, കൽപ്പറ്റ നാരായണൻ മാഷയുടെ വിജയമല്ല, ഈ വേദിയിലിരിക്കുന്ന ഇതിൻ്റെ സംഘാടകരുടെ മാത്രം വിജയമല്ല. ഇതിൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്, ഒരുപാട് പ്രവർത്തകന്മാരുടെ അധ്വാനമുണ്ട്. അതൊക്കെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. അതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പണം കൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നുള്ളതും അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് കഴിയും. മറിച്ച് ഏതെങ്കിലും സമ്പന്നന്റെ പണം വാങ്ങി ആ പണം കൊണ്ട് നടത്തുന്ന ഫെസ്റ്റിവൽ അല്ല ഇത്. സാധാരണക്കാരായ ആളുകളുടെ പണം വാങ്ങി ആ സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന ഫെസ്റ്റിവലാണ് എന്ന പ്രത്യേകത കൂടി ഈ ഫെസ്റ്റിവലിനുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട എല്ലാവരോടും എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ആമുഖമായി സൂചിപ്പിച്ചു, എനിക്കും രമയ്ക്കും മനയത്തി ചന്ദ്രനും ഒക്കെ അപരിചിതമായ ഒരു മേഖലയാണ്. ആ അപരിചിതമായ മേഖല എന്ന് പറയുമ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ അവിടെയൊക്കെ കല്ലിലും മുള്ളിലൂടെ നടന്നു നീങ്ങുമ്പോഴും ചോര പൊടിയാതെ ഈ പരിപാടി അതിഗംഭീരമായ വിജയമാക്കാൻ ഞങ്ങൾക്ക് സഹായിച്ച എല്ലാവരോടും ഹൃദയത്തിൽ തട്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കിനി മനോഹരമായ മൂന്നാം ഫെസ്റ്റിവലിൽ കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങളോട് അടുത്തതായി ഇതിൻ്റെ ഉപസംഹാര പ്രസംഗം ഉണ്ടാകും. ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ്. ഇപ്പൊ കൽപ്പറ്റ മാഷ് ചുരുങ്ങിയ വാചകത്തിൽ നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട MLA ശ്രീമതി KK രമ, ചെയർമാൻ നമ്മുടെ മൂസ വക്കീൽ, വേദിയിലെ സദസ്സിലെ സുഹൃത്തുക്കൾ, ആകെ എനിക്ക് കഴിയാവുന്നത് ഏറ്റവും മിതമായി പറയാൻ സാധിക്കും എന്നത് മാത്രമാണ്. ഇക്കഴിഞ്ഞ 3 ദിവസങ്ങൾ തികച്ചും കാലികവും പ്രസക്തവും പ്രബുദ്ധവുമായ നിരവധി മുഹൂർത്തങ്ങളാണ് നമുക്ക് തന്നത്. അത് നമ്മുടെ ഓർമ്മയിൽ എന്നും ഇരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി അസാധ്യം എന്ന് തോന്നിയ ഒന്ന് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതിന് കാരണക്കാരായ എൻ്റെ കൂടെയുള്ള ഡയറക്ടർമാർ, നമ്മുടെ രാജേന്ദ്രൻ എടത്തുങ്കര, CJ ജോർജ്, KM ഭരതൻ, അതുപോലെ പ്രദീപ് കുമാർ, അങ്ങനെ കൂടാതെ ജനറൽ കൺവീനർ സതീശൻ എടക്കുണ്ടി, പിന്നെ ഒന്നാം തരമായി ഇതിനു വേണ്ടി ജോലി ചെയ്ത ഇവിടുത്തെ വളണ്ടിയർമാർ, പിന്നെ നമ്മളോട് സഹകരിച്ച എല്ലാ കലാകാരന്മാരോടും ചിന്തകരോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ അടുത്ത വർഷം സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വടകരയുടെ പ്രിയപ്പെട്ട MLA ശ്രീമതി KK രമ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സാഹിത്യോത്സവത്തിൻ്റെ സംഘാടകനും അതിൻ്റെ നെടുന്തൂണും ഒക്കെയായ പ്രിയപ്പെട്ട മൂസ അവർകൾ, കടത്തനാട്ട് ഉത്സവത്തിൻ്റെ സാഹിത്യോത്സവത്തിൻ്റെ മറ്റൊരു പ്രമുഖ വ്യക്തിയാണ് നമ്മുടെ നാരായണ മാഷ്, മനയത്ത് ചന്ദ്രൻ, വടകരയുടെ MC ലത്തീഫ്, മറ്റ് സംഘാടകർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ
3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹിത്യോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് നേരത്തെ ഏറ്റത് നമ്മുടെ വടകരയുടെ പ്രിയപ്പെട്ട MP ആയിരുന്നു. അദ്ദേഹത്തിന് വൈകുന്നേരം മറ്റ് ചില പരിപാടിയുള്ളതുകൊണ്ട് നേരത്തെ വന്ന് സംസാരിച്ചു പോയി. അപ്രതീക്ഷിതമായിട്ടാണ് ഇതിൻ്റെ ഒരു സമാപന ഉദ്ഘാടനം എന്നിലേക്ക് എത്തിപ്പെട്ടത്. ഒരു സാഹിത്യ ഉത്സവത്തിൻ്റെ സമാപന സമ്മേളനമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എന്നെ കാണുന്നില്ല. ഇത് മറ്റ് പല സാഹിത്യകാരന്മാരും ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട ഒരു സമ്മേളനമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഏതായാലും കടത്തനാട് വടകരയ്ക്ക് അപരിചിതമായ ഒരു മേഖലയിലേക്ക് കഴിഞ്ഞ വർഷം മുതൽ സാഹിത്യ സംവാദങ്ങളും ചർച്ചകളും ഒക്കെയായി നിറഞ്ഞ് മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം തുടങ്ങുന്ന സമയത്ത് 2 ദിവസത്തെ സാഹിത്യോത്സവമായിരുന്നു കടത്തനാട്ട് സാഹിത്യോത്സവം എങ്കിൽ അത് എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുക എന്നതും എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ആശങ്ക കഴിഞ്ഞ വർഷം തുടങ്ങുന്ന സമയത്ത് സംഘാടകർക്കുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ഉജ്ജ്വലമായി അത് വിജയിക്കുകയും വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടുകൂടി അതിൻ്റെ പരിപാടികൾ നടത്തപ്പെടാനും കൂടി സാധിച്ചു. അങ്ങനെ വീണ്ടും 2ാമത് എഡിഷൻ എന്ന നിലയ്ക്ക് അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അത് 2 ദിവസം എന്നുള്ളത് 3 ദിവസത്തിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തപ്പെടുകയും ചെയ്തു. 3 ദിവസം അതിഗംഭീരമായി ഈ 2 വേദികളിലായി വിവിധങ്ങളായ വിഷയങ്ങൾ, അത് സാഹിത്യം മാത്രമല്ല, കല മാത്രമല്ല, രാഷ്ട്രീയം മാത്രമല്ല, വ്യത്യസ്തമായ മേഖലകളിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അത് പ്രഗത്ഭരായ ഏകദേശം 53ഓളം സെഷനുകളിലായിട്ട് ഇവിടെ പരിപാടികൾ നടത്താനും വിവിധ തുറകളിലുള്ള ആളുകളെ ഇവിടെ എത്തിക്കാനും അത്തരം ചർച്ചകളും വേദികളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഇത് നമ്മുടെ നാടിന് ഒരുപക്ഷെ സാഹിത്യ നഗരി, കോഴിക്കോട് സാഹിത്യ നഗരിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിനോട് കിടപിടിക്കാൻ വടകരയ്ക്ക് സാധിക്കുമെന്ന രൂപത്തിലേക്ക് ഇത് മാറി എന്നുള്ളതാണ്. അത് ഇനിയും തുടർന്ന് നടത്താൻ സംഘാടകർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ നാട്യസംഘത്തിൻ്റെ ഒരു പേരിൽ ഒരു ഫെസ്റ്റിവൽ നടത്തിയ സമയത്തും ഇതുപോലെ ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും മികവ് കൊണ്ടും ഇത്തരം ഈ വടകരയെ അത് മറ്റൊരു സംഭവമാക്കി മാറ്റാൻ സാധിച്ചിരുന്നു. ആ തരത്തിലേക്ക് ആളുകൾ എത്തിപ്പെടാനും അതിൻ്റെ ചർച്ചകളിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്നതാണ്. ഇനിയും ഈ സാഹിത്യ ഉത്സവങ്ങൾ ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് ഇതിലും നന്നായിട്ട് അതിൽ പ്രത്യേകിച്ചും വടകരയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാർ, ചരിത്രകാരന്മാർ, കലാകാരന്മാർ ഉറങ്ങുന്ന ഒരു മണ്ണാണ് വടകര എന്ന് പറയുന്നത്. കടത്തനാട് മാധവിയമ്മ മുതൽ ഒരുപാട് അറിയപ്പെടാത്തതും അറിയപ്പെടുന്നവരുമായ വ്യക്തിത്വങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണ്. ഒരുപക്ഷെ വേണ്ട രൂപത്തിൽ ആദരിക്കപ്പെടാതെ, വേണ്ട രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാട് കൂടിയാണെന്ന് പലപ്പോഴും വടകരയെ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ താഴെയങ്ങാടിയിലൊക്കെയുള്ള ആളുകൾ, അത് SP ഉൾപ്പെടെ കുഞ്ഞുമൂസ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഉള്ള അത്തരം സാഹിത്യകാരന്മാരെയും അതുപോലെ വേണ്ട വിധത്തിൽ സമൂഹത്തിൽ അടയാളപ്പെടുത്താതെ പോയ അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടാതെ പോയ ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ കൂടി അടയാളപ്പെടുത്താനും അവരെ പുതിയ തലമുറകൾക്ക് പരിചയപ്പെടുത്താനും അത്തരത്തിലുള്ള വേദികൾ കൂടിയായിട്ട് ഈ ഇതുപോലെയുള്ള സാഹിത്യ ഉത്സവങ്ങൾ മാറണം എന്നതുകൂടി ഒരു നിർദ്ദേശം കൂടി അടുത്ത ഇതിലേക്ക് വെക്കുകയാണ്. അത് അത്തരം ചർച്ചകൾ കൂടി നടക്കട്ടെ. അത്തരം ആളുകളെ കൂടി നമ്മുടെ ഈ വേദികളിൽ എത്തിക്കുകയും അവരുടെ സംഭാവനകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ഈ നാടിന് ചെയ്ത സാഹിത്യ സംഭാവനകളെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനും കൂടി സാധിക്കണം. പുതിയ തലമുറ അത് പഠിക്കാനും കൂടി ഇടവരട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു. ഈ 3 ദിവസമായിട്ട് നടക്കുന്ന ഈ സാഹിത്യ മഴ അതിവിടെ സമാപിക്കുന്ന ഈ സമാപന സമ്മേളനം വളരെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപന സമ്മേളന വേദിയിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി വടകരയുടെ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യം മനയത്ത് ചന്ദ്രൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്
അഡ്വക്കേറ്റ് ഐ മൂസ, പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA KK രമ, കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ, MC വടകര, സതീശൻ ഇടക്കൊടി, ലത്തീഫ് കല്ലറക്കൽ, ഇവിടെ സമ്മേളിച്ചിട്ടുള്ള സഹൃദയരായ വടകരയുടെ കടത്തനാടിൻ്റെ അക്ഷര സ്നേഹികളെ, സഹോദരന്മാരെ, കല, പ്രകൃതി, ജനാധിപത്യം, മനോഹരമായ ആ ഉണ്മകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ നടക്കുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2nd എഡിഷൻ വടകരയുടെ സാംസ്കാരിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മഹാസംഭവമായി തീർന്നിരിക്കുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ഐ മൂസയോട് അല്പം അസൂയ തോന്നുകയാണ്. എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. ഇങ്ങനെയൊരു സംഘാടന മികവ് ഐ മൂസയും കൽപ്പറ്റ നാരായണ മാസ്റ്ററുടെയും, ഞാൻ ക്രൂ, ആ സംഘം ഇവിടെ നടത്തിയിട്ടുള്ളത് സമാനതകളില്ലാത്ത, അതിരുകളില്ലാത്ത മഹാപ്രകടനമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നടന്നിട്ടുള്ളത്, നമ്മൾ പറയാറുണ്ട്, ഈ യുഗം, ഈ കാലഘട്ടം നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലഘട്ടമാണ്. AI-യുടെ ആ കാലഘട്ടത്തിൽ റോബോട്ടുകളുടെയും നിർമ്മിത ബുദ്ധികളുടെ ഡിവൈസിൻ്റെയും അടുത്തൊന്നും എത്താത്ത മനസ്സെന്ന ഒരു വലിയ പ്രതിഭാസമുണ്ട്. ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നടക്കേണ്ടുന്ന സാംസ്കാരിക വിപ്ലവം അതെവിടെയാണ്? മനുഷ്യ മനസ്സിലാണ്. ആ കടത്തനാടിലെ ഇതിൻ്റെ ശ്രോതാക്കളും അനുഭവസാക്ഷികളുമായ ആയിരങ്ങളുടെ മനസ്സിൽ, നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് ആ വലിയ പരിവർത്തനത്തിൻ്റെ പ്രചോദന ശക്തി ഇറക്കിക്കൊണ്ടുവരാൻ ഈ മഹോത്സവത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തരത്തിൽ ജനാധിപത്യത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ജനാധിപത്യവൽക്കരണം, ഞാൻ ആവർത്തിക്കുന്നു, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ജനകീയവൽക്കരണം, അതാണ് ഈ പരിപാടിയിലൂടെ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. അതൊരു വലിയ പോരാട്ടമാണ്, അതൊരു വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാവ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഐ മൂസയും കൽപ്പറ്റ നാരായണ മാസ്റ്ററും അവരുടെ സംഘവും വിജയിച്ചിരിക്കുന്നു എന്ന് അടയാളപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തുടരണം. ഏറ്റവും ശക്തമായി ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരും സാഹിത്യത്തെ കെട്ടിപ്പടുന്നവരും നിങ്ങളോടൊപ്പമുണ്ട്. ഒന്നും നിങ്ങൾക്ക് തടസ്സമല്ല. എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി മുന്നോട്ട് കുതിക്കാൻ ഈ വടകരയിലെ ജനങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമാണ്. നിങ്ങൾക്ക് കൈയും കരുത്തും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ തലച്ചോറിനും എല്ലാം ശക്തി പകരുന്ന ഊർജമാണ് നിങ്ങൾക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. തുടരുക സുഹൃത്തുക്കളെ. ഈ മഹാദൗത്യം വടകരയ്ക്ക് എല്ലാ കാലത്തും ഒരു പ്രണയഗീതമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. താങ്ക് യു സർ. അടുത്തതായി വടകരയുടെ സാംസ്കാരിക മുഖം MC വടകര. ആദരണീയനായ അധ്യക്ഷ സുഹൃത്തെ, പ്രിയങ്കരിയായ MLA ശ്രീമതി KK രമ അവർകളെ, ശ്രീ മനിയത്ത്
ചന്ദ്രൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് മഹത്തുക്കളെ, പ്രിയ സഹോദരന്മാരെ, കഴിഞ്ഞ 2-3 രാപ്പകലുകൾ വടകരയുടെ സാംസ്കാരിക ജീവിതത്തെ സന്തോഷത്തിൽ ആറാടിപ്പിച്ച, ജനഹൃദയങ്ങളിൽ കോരിച്ചിരിച്ച മഹത്തായ അവിസ്മരണീയമായ ഒരു കലോത്സവത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. വടകരയുടെ ചില പുരാതന മാഹാത്മ്യത്തിൻ്റെ മകുടമണിയിക്കുന്ന ഒരു മഹാസംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് വളരെ ആത്മാർത്ഥമായ മനസ്സോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്ത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, വടകര റെയിൽവേ മൈതാനിയിൽ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സമ്മേളനം നടത്തിയിരുന്നു. 3-4 ദിവസം നടന്ന ഒരു സമ്മേളനം. അതൊരു വലിയ സംഭവമായിരുന്നു. അതിനുശേഷം ഇത്രയും ജനനിബിഡമായ, ഇത്രയും ജനപങ്കാളിത്തമുള്ള ഒരു സാഹിത്യ സൽക്കാരം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വടകരയിൽ. സാഹിത്യ സദസ്സ് മാത്രമല്ല, ശ്രോതാക്കൾക്കെല്ലാം ഭക്ഷണവും കൊടുത്തു ഇവിടെ. അത് കുറച്ച് കൂടുതലായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മനോഹരമായ രീതിയിൽ ആളുകൾ സാംസ്കാരികമായും അല്ലാത്ത രീതിയിൽ വിരുന്നോട്ടുന്ന, അക്ഷരാർത്ഥത്തിൽ തന്നെ വിരുന്നോട്ടുന്ന ഒരു സാംസ്കാരിക മഹോത്സവമാണ് ഇതിൽ കടന്നു പോയിട്ടുള്ളത്. ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഒരുപാട് ചർച്ചകളൊക്കെ ഞാൻ കേട്ടു. ഒരേ സ്ഥലത്ത് 2 വേദികളിൽ ഒരേ സമയം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് അത് സഹൃദയത്വം മാത്രം പോലെ കുറച്ച് സാഹസിക ബുദ്ധി കൂടിയൊരു ആവശ്യമാണ്. ആ സാഹസിക ബുദ്ധിയാണ് ഐമോസിയും സംഘവും ഇവിടെ പ്രദർശിപ്പിച്ചത്. അതിലവർ വിജയശ്രീ ലാളിതരാവുകയും ചെയ്തു. എല്ലാ സെഷനുകളും ജനനിബിഡമായിരുന്നു. ശുഷ്കമായ ഒരു സദസ്സ് ഉണ്ടായിട്ടേ ഇല്ല. അതൊക്കെ തന്നെ ഈ ജനം ഈ മാതിരി ഒന്നിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ആരവതരിപ്പിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഗതി വേഴാമ്പലിനെ പോലെ ഈ നാട്ടിലെ സാംസ്കാരിക പ്രബുദ്ധരായ ജനങ്ങൾ ഈ മാതിരി ഒരു കാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് ആ കാര്യങ്ങൾക്ക് വിളിച്ചു പറയുന്നത്. ഇവിടെ പ്രഭാഷണങ്ങളൊക്കെ മിക്കവാറും ഞാൻ കേൾക്കുകയുണ്ടായി. ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടത് ചില 2-3 പ്രഭാഷണങ്ങൾ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴുകി കേൾക്കുകയാണ്. അതിലൊന്ന് ശ്രീ ജയമോഹൻ ഇവിടെ ചെയ്ത ഒരു പ്രസംഗം. പ്രശസ്തനായ തമിഴിലും മലയാളത്തിലും ഒരുപോലെ പ്രശസ്തനായ ശ്രീ ജയമോഹൻ്റെ പ്രസംഗത്തിൽ ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മലയാളത്തിലെ എല്ലാ കവികളെയും എനിക്കറിയാം, പക്ഷെ ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കവി കൽപ്പറ്റ നാരായണൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആവേശം കൊണ്ട് എന്തോ ആയിപ്പോയി. ശ്രീ കൽപ്പറ്റ നാരായണൻ മലയാളത്തിൽ ഏറ്റവും വലിയ കവിയാണെന്ന് അദ്ദേഹം പറയുകയാണ്. അതിനെപ്പറ്റി പറയാൻ അർഹതയുള്ള ജയമോഹനാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സാങ്കേതികമായ തകരാറില്ലെങ്കിൽ മഹാകവി എന്ന് വിളിച്ചോട്ടെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. മറ്റൊന്ന്, എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഇവിടെ ചെറുകഥയെ സംബന്ധിച്ചുള്ളൊരു സെഷൻ. ആ ചെറുകഥയെ സംബന്ധിച്ചുള്ള സെഷനിൽ VS അനിൽകുമാർ, നമ്മുടെ സാക്ഷാൽ എം.എൻ. വിജയൻ മാസ്റ്ററുടെ മകൻ, അദ്ദേഹം പറഞ്ഞു, ഖസാക്കിൻ്റെ ഇതിഹാസം ഒന്നിനും കൊള്ളാത്ത മോശമായ ഒരു നോവലാണ്. അതായത് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തെപ്പറ്റി അങ്ങനെ ഒരു വിമർശനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. വേറെ ആരൊക്കെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ശ്രോതാക്കളിൽ നിന്ന് ചോദ്യം ഉണ്ടായപ്പോൾ അതിൽ തന്നെ ഉറച്ചു വന്നു. അതത്ര വലിയ ഒരു സാധനമൊന്നുമല്ല. OV വിജയൻ്റെ ധർമ്മപുരാണമാണ് അതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ധീരമായൊരു അഭിപ്രായം. വാൾത്തലപ്പുകളിൽ തീപ്പൊരി മാറിയ വാദപ്രതിവാദങ്ങൾ നടന്ന ഒരുപാട് സെഷനുകൾ, അതെല്ലാം തന്നെ നമ്മുടെ സാംസ്കാരിക മഹിമയെ കുറച്ചും കൂടി മൂല്യവത്താക്കി തീർത്തിരിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് എന്നെന്നും അഭിമാനിക്കാനുള്ള വകയുണ്ട്. അടുത്ത തവണ ഇതിനേക്കാൾ നല്ല രീതിയിൽ നടത്തി. ഈ ബാധ്യതയിൽ നിന്ന് എനിക്ക് കൽപ്പറ്റയ്ക്കും ഐമോസിക്കും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. ഇത് അവരുടെ ബാധ്യതയായിപ്പോയി. ഇതിനേക്കാൾ നല്ല രീതിയിൽ അടുത്ത കൊല്ലം നടന്നേ തീരൂ. അതവർക്ക് ഒഴിവാക്കാനാവാത്ത ബാധ്യതയായിപ്പോയി. ആ ബാധ്യതയെപ്പറ്റി സ്നേഹപൂർവ്വം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സർ.
സമാപന സമ്മേളനത്തിന് ശേഷം ഈ വേദിയിൽ പ്രശസ്ത ഗോത്ര സംഗീത കലാകാരൻ വിനു കിടച്ചുട, ഓർമ്മിക എന്നിവർ അവതരിപ്പിക്കുന്ന വയനാടൻ സംഗീതാർത്ഥവും കമ്പളത്തൊടിയും പയക്കംപാട്ടും ഇവിടെ അരങ്ങേറുന്നു. സമാപന സമ്മേളനത്തിന്റെ നന്ദി അർപ്പിക്കുവാൻ വേണ്ടി സംഘാടക സമിതിയുടെ ട്രഷറർ ലത്തീഫ് കലർക്കലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കലത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഗംഭീരമായ രണ്ടാം ഭാഗം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏറെ പ്രിയങ്കരിയായ വടകരയുടെ MLA ശ്രീമതി KK രമക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഫെസ്റ്റിവലിൻ്റെ എല്ലാമായ രാവും പകലും ഇതിനു വേണ്ടി പണിയെടുത്ത ബഹുമാന്യനായ ഏറെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ അഡ്വക്കേറ്റ് I. മൂസ അവർകളെ ഞാൻ കടത്തനാട് ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഊർജമായ ഈ സാഹിത്യം എന്നത് തീർത്തും അന്യമായ കുറേ ആളുകൾ ഈ സാഹിത്യ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച ഏറെ പ്രിയങ്കരനായ മലയാള സാഹിത്യത്തിൻ്റെ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ തന്നെ പ്രതീകമായ കൽപ്പറ്റ നാരായണൻ മാഷെ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാന്യനായ മനയത്ത് ചന്ദ്രൻ അവർകൾ, MC വടകര തുടങ്ങിയവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതിനേക്കാളേറെ ഈ പരിപാടി ഈ തരത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഈ വേദിയിലുള്ള കുറച്ച് ആളുകളുടെ മാത്രം കഴിവല്ല, അത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ രാവും പകലും ഉള്ള അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ്. ഈ അധ്വാനം ഇനിയും തുടരുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാം ഭാഗം ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുമെന്ന ചെയർമാൻ്റെ വാക്ക് നിങ്ങൾക്ക് പ്രചോദനം നൽകണം. നിങ്ങളുടെയൊക്കെ താല്പര്യവും നിങ്ങളുടെയൊക്കെ അനുഗ്രഹവുമാണ് ഈ പരിപാടിയുടെ വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് മുഴുവൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഓർമ്മിക അവതരിപ്പിക്കുന്ന കമ്പളത്തൊടിയും പയക്കംപാട്ടും എന്ന സംഗീത ശില്പത്തിന് വേണ്ടി വേദി വിട്ടുകൊടുക്കുന്നു. അല്പസമയത്തിനകം